ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം നല്ലത് നടക്കണം. പക്ഷെ എന്നിരുന്നാൽ നല്ലത് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടാണ്. എന്നെ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരത്തില്ല. നമ്മൾ ശ്രമിച്ചു എന്നുള്ള ഒരു ആത്മതൃപ്തി എനിക്കുണ്ട്. എല്ലാ കൂടപ്പിറപ്പുകൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയായിരുന്നു. എല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യത്തെ തുടക്കം മുതലേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ യൂട്യൂബിൽ വന്നായിരിക്കും ആദ്യം പറയുക. പക്ഷെ അത് കുറച്ച് കാലങ്ങളായിട്ട് മാറിയിരുന്നു. അത് ഇൻസ്റ്റയിലോട്ടും അതുപോലെ തന്നെ FB-യിലോട്ടൊക്കെ മാറ്റി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ അത് അധികം എല്ലാം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്ന് പറയുന്ന സാധനം എനിക്ക് നല്ല പോലെ ഉണ്ട്. ഈ ഇടയായിട്ട് അത് ഭയങ്കരമായിട്ട് കൂടി. ഇരിക്കുന്ന ഫേസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ 2 മണിയായി. അതുകൊണ്ടാണ്. ഒരു യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. പിന്നെ രാവിലെ 8 മണിക്ക് എണീറ്റത് കൊണ്ട് തന്നെ ഉറക്കം ശരിയായില്ല. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചുവന്നിരിക്കുന്നു. എനിവേ, പറയാൻ വന്ന കാര്യത്തിലോട്ട് നേരെ കിടക്കാം. എൻ്റെ വീഡിയോ തുടക്കം മുതലേ കാണുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്നെ കുടുംബത്തെ പോലെ കാണുന്ന ഒരുപാട് പേര് എന്നെ സമ്പാദിച്ചിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പലരും ചിന്തിച്ചിരിക്കുന്നത് ഞാൻ എന്തോ ഇതുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്നെന്നും അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് വലിയ എന്തോ എന്തൊക്കെ പറയാൻ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 75,000 ഫോളോവേഴ്സ് 75,000 സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. നിങ്ങൾ കാണുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് അതിലൊരു മടിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡള്ളായിട്ടാണ് പോകുന്നത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കടലിലെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കകാലത്തിൽ ഞാൻ എന്തൊക്കെ ചിന്തിച്ചിട്ടാണോ ഞാൻ യൂട്യൂബ് ചാനലിൽ വന്നത് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ലൈഫ് പോയ പോക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ബാക്കിയുള്ള മത്സ്യത്തൊഴിലാളികൾക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ കരുതി ഞാൻ ചിന്തിച്ച കുറേ ചിന്താഗതികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണ്. ഞാനത് ഒഫീഷ്യലായിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഏത് കാലാവസ്ഥയിലും കടലിനോട് പൊരുതി മീൻ പിടിച്ചുകൊണ്ട് വരുന്നവരൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കടൽ നിയന്ത്രിക്കുന്നത് പോലും പണമാണ്. ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കടലിനെ കുറിച്ചൊക്കെ എനിക്ക് എന്ത് ചിന്തിച്ചാലും എൻ്റെ ആദ്യം ചിന്ത വരുന്നത് ഫുള്ളും കടലിലായിരുന്നു. ഞാൻ എന്തൊക്കെ ചിന്തിച്ച് തുടങ്ങിയാലും ഇപ്പം കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഞാൻ എന്തൊക്കെ ചിന്തിച്ച് തുടങ്ങിയാലും എൻ്റെ ചിന്തകൾ മൊത്തം എത്തുന്നത് കടലിലോട്ടാണ്. എനിക്ക് കടലിനെ കുറിച്ചാണ് സംസാരിക്കാൻ കൂടുതലും താല്പര്യം. അതുപോലെ തന്നെ കടലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ മൈൻഡും ഹാർട്ടും തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ യുദ്ധമാണ്. ഞാൻ ഒരിക്കലും ഇല്ലെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുഖം പാടുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എമോഷണൽ ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ വിട്ടു പോകരുത്, അല്ലെങ്കിൽ ഒരിക്കലും വിട്ടു പോകില്ല എന്നൊക്കെ ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോൾ മാറി എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇതുവരെ എനിക്ക് ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലക്ഷ്യബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കൊരു ലക്ഷ്യമില്ല. അങ്ങനെ പറയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ഇനി എന്ത് ഇതാകണം എന്ന് ഒരു ഇതില്ല. എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കുറേ ഓപ്പോസിറ്റ് നിൽക്കുന്ന എത്ര പേർക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി അറിയാമെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയും ഗതികെട്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. പണ്ടൊക്കെ ഓരോരുത്തർ പറയും നല്ലത് ചെയ്താൽ അല്ലെങ്കിൽ നല്ലത് ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരുമെന്ന്. പക്ഷെ എൻ്റെ കറൻ്റ്ലി ഫേസ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നല്ലത് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് അല്ലെങ്കിൽ ആ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപ്പ് കട്ട പിടിച്ചിരിക്കുകയാണ്. അതിൽ എത്ര വെള്ളം ഒഴിച്ചാലും, എത്ര നല്ല വെള്ളം ഒഴിച്ചാലും
അതിൽ ഉപ്പ് മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ നല്ല വെള്ളം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ മെൻറ്റാലിറ്റി. കാരണം പണ്ടൊക്കെ പണി അറിയുന്നവനാണ് ഏറ്റവും വലിയ കടൽ മത്സ്യത്തൊഴിലാളി. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പണമുള്ളവനാണ് ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി. കാരണം അവൻ്റെ ഉടമസ്ഥയിൽ ഒരു 5-6 വള്ളങ്ങളുണ്ട്, അല്ലെങ്കിൽ 5-6 ബോട്ടുകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരാണ് ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളികളായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. അവരുടെ കൂടെ കൂലിക്ക് പോകുന്നവൻ എത്ര കഴിവുള്ളവനായാലും അവൻ കൂലിപ്പണിക്കാരൻ തന്നെയാണ്. ആ ചിന്താഗതി ഒരിക്കലും മാറില്ല. അത് നിങ്ങൾ അറിയാതെ പോകുന്നതാണ്. പണ്ട് ഒരു കട്ടമരം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വള്ളം കടലിലോട്ട് മീൻ പിടിക്കാൻ പോകും. പക്ഷെ ഇന്ന് ആ അവസ്ഥയിലോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മീന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂലിപ്പണിക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ കടലിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഡിക്ലെയർ ചെയ്ത് പറയാം. കടലിൻ്റെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ കടലിനെ കുറിച്ച് അറിയുന്ന എത്ര പേരുണ്ടെങ്കിലും ഞാൻ പറയുന്ന ഈ വാക്കുകൾ തെറ്റാണെന്ന് ഒരാൾക്കെങ്കിലും പറയാൻ സാധിച്ചാൽ ഞാൻ അപ്പോൾ എൻ്റെ ചാനൽ മൊത്തത്തിൽ പൂട്ടിക്കിട്ടും. ഞാൻ ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ഞാൻ ചാനൽ പൂട്ടിക്കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പണി അറിയുന്നവനേക്കാളും പണമുള്ളവനാണ് ഇന്നത്തെ മത്സ്യത്തൊഴിലാളികളുടെ അടയാളം. അത് ആ ചിന്താഗതി മാറത്തില്ല. ഇനി ഞാൻ ഒരേ ഒരു കാര്യം പറയാം. ഇതിൻ്റെ പിന്നാലെ ഇത് എത്ര വർഷം കൂടിപ്പോയാൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. കടലിലെ മത്സ്യബന്ധന രീതികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിലോട്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും എന്നെ കൊണ്ട് മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള മത്സ്യത്തൊഴിലാളികളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിച്ചത്, എൻ്റെ എതിരെ നിൽക്കുന്നതും അവരാണ്. അപ്പം എൻ്റെ എതിരെ നിൽക്കുന്നവർ എതിരാളികളുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്കും എൻ്റെ മനസ്സിന് സത്യം പറയുന്ന പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തകർന്നു പോയി. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. മൊത്തത്തിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പോൾ. എനിക്ക് കടലിനെ കുറിച്ചല്ലാതെ വേറെ ഒരു തേങ്ങ എനിക്കറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ ഇപ്പം ആ കടലിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എൻ്റെ മൈൻഡിൽ നിന്ന് മൊത്തത്തിൽ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു ഇത് മാറ്റും. എൻ്റെ ആ ചിന്തഗതിയൊക്കെ മാറ്റി ഞാൻ കടലിൽ നിന്നുള്ള വേറൊരു രീതിയിലോട്ട് ഞാൻ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ യൂട്യൂബ് കൊണ്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ യൂട്യൂബ് കൊണ്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ മറച്ചു വെച്ചിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് കൊണ്ട് ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് വരുമാനത്തെക്കാളും ഞാൻ കൂടുതൽ ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മത്സ്യത്തൊഴിലാളിയായിട്ട് ഞാൻ എല്ലാവരിൽ നിന്നും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റർമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരുപാട് ക്രിയേറ്റർമാരെക്കാളും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളല്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എന്നിരുന്നാൽ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മത്സ്യത്തൊഴിലാളി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിരുന്നു. അതേപോലെ തന്നെ തന്നിട്ടുമുണ്ട്. എന്താണ് യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ എന്താണ് മത്സ്യത്തൊഴിലാളികളുടെ വേദനകൾ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ അടിയായത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അതിൽ മനസ്സിലായി. അതേപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും മനസ്സിലാക്കി തന്നു. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ ലൈഫ് കൂടെ നിന്നവരൊക്കെയാണ് എനിക്ക് കൂലി പറിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാവരോടും നന്ദി. ഇനി എൻ്റെ ഞാൻ ഈ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയത് കൊണ്ട് അത് തന്നെയാണ്. ഞാൻ എല്ലാം ഒറ്റ ബുദ്ധിക്ക് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് നേരെ പോകുന്നുള്ള ഒരു വഴിയേ അറിയത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നിട്ട് മൂക്കിൽ തൊടാൻ എനിക്കറിയത്തില്ല. നേരെ വന്ന് പറയും. ഞാൻ ആ ഒരു കോൺസെപ്റ്റാണ്. ഞാനിപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അതുപോലെ തന്നെ അവരോട് കൂടി ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അതിലും കുറേ അധികം ആൾക്കാർ വന്നിട്ട് ഞാൻ എന്തോ അവരെ വച്ച് പൈസ ഉണ്ടാക്കുന്നു, ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ, വീഡിയോ ഇട്ടാൽ മതിയല്ലോ, അവരെ വച്ച് ഞാൻ പൈസ ഉണ്ടാക്കുന്നു. എങ്ങനെ പോയാലും ഒരു യൂട്യൂബർ ക്രിയേറ്റർ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നവർ മാത്രം എന്നാണ്. പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു ക്രിയേറ്റർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോൺസെപ്റ്റ് വേണം. ഈ പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഡിക്ലെയർ ചെയ്ത് പറയാം,
എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നെന്നുണ്ടെങ്കിൽ 10 വീഡിയോ എനിക്ക് കടപ്പുറത്ത് പോയി എടുത്താൽ മാത്രം മതി, ഫുൾ വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. എനിക്കിപ്പോൾ ബീച്ചിൽ പോയിട്ട് എനിക്ക് ഫിഷിങ്ങിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ആരുടെയും സഹായം വേണ്ട. അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റേതായിട്ടുള്ള ഐഡിയാസ് ഒരുപാടുണ്ട്, അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഞാൻ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കി തന്നു. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. ഉപ്പിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളിയും ഒരിക്കലും മാറത്തില്ല, അവരുടെ ചിന്താഗതിയും മാറത്തില്ല. ചിന്താഗതി മാറുന്ന സമയം അതിക്രമിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക. നമ്മൾ ഈ വൈറസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കയറുന്ന സമയത്തൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അത് മനസ്സിലാക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കും. അന്ന് മനസ്സിലാക്കി, ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ കടലിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക്, ഈ കടലിനായിട്ട് ബന്ധമുള്ളവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ശരി പറയുന്നത് അവരുടെ നിലപാടും കൂടെ നോക്കണം. ഞാൻ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കാരണം എന്നെ എതിർക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അവരുടെ നിലപാടനുസരിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കൊണ്ട് ഇപ്പം അയ്യോ നമുക്ക് പണിക്ക് പോകാൻ പറ്റാതെ ആയാലോ എന്നൊക്കെ ഉള്ള ചിന്ത കൊണ്ടാണ്. പക്ഷേ നമ്മൾ കുറച്ചു കാലം സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള കാലത്ത് തിന്നാൻ പറ്റത്തുള്ളൂ. ആ സ്ട്രഗിൾ ആരും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ട്രഗിൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം ജീവിതത്തിന് ഒരു മാറ്റവും വരില്ല. അത് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ തോറ്റൊരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും ഞാൻ തോറ്റൊരു വ്യക്തിയാണ്. നല്ലൊരു മകനായിട്ട് തോറ്റ്, നല്ലൊരു ചേട്ടനായിട്ട് തോറ്റ്, എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ ഫാമിലി ഇഷ്യൂ ആവട്ടെ, എന്താവട്ടെ, ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒറ്റപ്പെട്ട് എന്നെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു തോന്നൽ എൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയാണ്, ബാക്കിയുള്ളവരുടെ അടുത്ത് മിണ്ടാൻ മടിയാണ്. കുറേ ഉപദേശങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വീണ്ടും ഇതാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേരോടൊന്നും മിണ്ടാത്തത്. എൻ്റെ സിറ്റുവേഷൻ എനിക്കറിയാം, ആരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ സിറ്റുവേഷൻ. പക്ഷെ അത് ബാക്കിയുള്ളവർ പറഞ്ഞ് നമ്മൾ അഡ്വൈസ് ചെയ്ത് തരുമ്പോഴേക്കും ഞാൻ ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നത് മാത്രം എനിക്ക് അറിയാമെന്നുള്ളതാണ്. എനിക്ക് എല്ലാം അറിയാം. പക്ഷെ എൻ്റെ മനസ്സ് എന്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട മനസ്സാണ്. വൃത്തികെട്ട പറഞ്ഞാൽ വൃത്തികെട്ട മനസ്സ്. ഞാൻ എന്ത് ചിന്തിച്ചു തുടങ്ങിയാലും ബാക്കിയുള്ളവരുടെ കൂടെ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. ഇനി സത്യം പറയാം, എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ഞാൻ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ ബോട്ടിൻ്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുണ്ടായിരുന്നത് ലൈറ്റ് ഫിഷിങ്ങിനെ കുറിച്ചാണ്. കാരണം ലൈറ്റ് ഫിഷിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈറ്റ് ഫിഷിങ്ങിൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ബോട്ട് ഫിഷിങ്ങിനെതിരെ സംസാരിക്കുന്ന വീഡിയോ ഇടുമ്പോഴേക്കും എൻ്റെ വീഡിയോസ് എടുത്ത് എൻ്റെ കൂടെ ഇപ്പം ഞാൻ പണിക്ക് പോയ വള്ളങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ആ ഒരു കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ആദ്യമേ ലൈറ്റ് ഫിഷിങ്ങിൻ്റെ ഇതിനൊക്കെ സംസാരിച്ചത്. ആരും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തർക്കിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ അതിന് ഒരു ഇട വച്ചിട്ടില്ല. കാരണം ഇന്ന് ഞാൻ നാട്ടിൽ പോയിട്ടില്ല അതിനുശേഷം. കാരണം ആരെങ്കിലും എന്നെ അടുത്ത് സംസാരിച്ച് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തർക്കിച്ച് അല്ലെങ്കിൽ എൻ്റെ ആ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് പിന്നെ അതിനുശേഷം അവർ സംസാരിച്ച് നമ്മൾ തർക്കമായി കഴിഞ്ഞു എന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈഗോ ഉണ്ട്. ആ ഈഗോയുടെ പുറത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലോ അത് അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്നുള്ള വിചാരം കൊണ്ട് തന്നെ മാത്രം ഞാൻ ആദ്യമേ ലൈറ്റ് ഫിഷിങ്ങിനെതിരെ സംസാരിച്ചു. ലൈറ്റ് ഫിഷിങ്ങിന് അത് എൻ്റെ നാടാണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഫിഷിങ്ങിന് ഇപ്പോൾ ഞാൻ പോകുന്നതാണ് എന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ലൈറ്റ് ഫിഷിങ്ങിനെതിരെയാണ് സംസാരിച്ചത്. കാരണം അത് ഫ്യൂച്ചറിൽ നമുക്ക് ദോഷമാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നിട്ടും നമ്മൾ സംസാരിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട് ജീവിച്ചിരുന്നൊരു കാര്യമില്ല. നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡിയയിൽ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ഉദിച്ച ആശയങ്ങൾ പറഞ്ഞെന്നല്ലാതെ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവർക്കത് അംഗീകരിക്കാൻ മടിയാണ്. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അംഗീകരിക്കാൻ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലപാട് നോക്കിയാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോഴുള്ള മത്സ്യത്തൊഴിലാളികളുടെ ചിന്ത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പണിക്ക് പോയി മീൻ കിട്ടിയാൽ മാത്രം നമ്മൾ ജീവിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പണി നിർത്തലാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ നിൽക്കാൻ പാടില്ല
എനിക്ക് കടലിൽ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഈ കാറ്റുണ്ടെങ്കിലും കോളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പണിക്ക് പോകുന്നത്. ഒരു കാലാവസ്ഥ മാറിയാൽ പോലും എത്രയോ മരണങ്ങൾ കടലിൽ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും അതറിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം പണിക്ക് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയാണ് എന്നുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അല്ലാതെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് ഉറച്ചിരിക്കുന്ന ഇതിൽ നമ്മൾ എത്ര നല്ല വെള്ളം ഒഴിച്ചാലും അത് ഉപ്പായിട്ട് തന്നെ പോകത്തുള്ളൂ. ഒരിക്കലും നല്ല വെള്ളം പ്രതീക്ഷിക്കരുത്. ആ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിനെ അറിയാം ഞാൻ ശരിയാണോ തെറ്റാണോ പറഞ്ഞതെന്ന്. എൻ്റെ മനസ്സാക്ഷിക്ക് ഞാൻ വിരോധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിപ്പോഴും 100% ശരിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്ന ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞു. അത് അങ്ങനെ ഉള്ളവന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കടലായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ വന്ന് വള്ളത്തിൽ ഒരു 10-30 പേരുണ്ടെങ്കിൽ ആ 30 പേരിൽ 31ാമത് ആളായിട്ട് കയറി വല വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവർ വലിക്കുന്നത് കണ്ടിട്ട് അതേപോലെ വലിച്ചു കയറ്റിയാൽ തിരിച്ച് വീട്ടിൽ പോവുക. ആ ഒരു മെന്റാലിറ്റിയിലുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. പക്ഷേ പണി അറിയുന്ന കടൽപ്പണിക്കാരൻ്റെ ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് മനസ്സിലാവും. അവർക്കും അറിയാം. അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു സിസ്റ്റമാണ്. ആ വലിയ സിസ്റ്റത്തിനെതിരെ നമ്മൾ എത്ര പേര് ശ്രമിച്ചാലും മാറത്തില്ല. പക്ഷേ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ശ്രമിച്ചു എന്നുള്ള ഒരു ആത്മതൃപ്തി എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴേ നിങ്ങളടുത്ത് പറയാം, ഞാൻ എൻ്റെ എൻ്റെ കടൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് ഞാൻ മ്യൂച്വലായിട്ട് ഞാൻ എല്ലാം ഇടാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും പോലെ എൻ്റെ സ്വന്തം കാര്യം മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ആ ചിന്ത എനിക്ക് വരുന്നു. പക്ഷെ എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ എങ്ങനെയൊക്കെയോ വീണ്ടും പഴയതുപോലെ തന്നെ പോകുന്നു. വയ്യാട് സത്യം പറഞ്ഞാൽ ഞാൻ മടുത്ത്. കണ്ടന്റ് ഒരുപാട് എൻ്റെ കയ്യിലുണ്ടെങ്കിലും എൻ്റെ ചിന്ത മൊത്തവും ഈ കടലിലോട്ടാണ് പോണത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ കരഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചതെന്നാണ്. അതിനുശേഷം ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രേക്കപ്പ് ആയ സമയത്ത്. പക്ഷെ അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് വന്നപ്പോഴാണ്. കാര്യം എൻ്റെ ഫാമിലി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ ബാക്കിയുള്ളവർക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ചെയ്തു. എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ശരിയാണ്. അത് ആർക്കും ഇപ്പോൾ ഞാൻ വ്ളോഗർ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന നിലയിൽ പൊട്ടിപ്പാളിസായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഫിഷർമാൻ എന്ന നിലയിൽ ഒരുത്തൻ്റെ മുന്നിലും ഞാൻ തലകുനിക്കത്തില്ല. ഞാൻ ഒരിക്കലും തലകുനിക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്കൊരു 5000 ഉണ്ടെങ്കിൽ ഞാൻ ഒരു പൊന്തിട്ട് പണി ചെയ്യും. 10,000 ഉണ്ടെങ്കിൽ ഒരു കട്ടമരമായിട്ട് പണി ചെയ്യും. അല്ലെങ്കിൽ ഒരു 30,000 അല്ലെങ്കിൽ 40,000 ഉണ്ടെങ്കിൽ ഒരു ഡിങ്കി ഇട്ടെങ്കിലും ഞാൻ പണി ചെയ്യും. ഞാൻ അതിനുള്ള കഴിവൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കടലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ദയനീയമാണ്. നമ്മളിപ്പോൾ മറ്റു വലിയ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് ഓരോ കടലിലൊക്കെ തീരത്ത് നിന്ന് തന്നെ വലിയ മീനുകളൊക്കെ പിടിക്കുന്നത് കാണുമ്പോഴേക്കും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മളെ കടലിൽ എന്തെങ്കിലും വരാത്തതെന്ന്. പക്ഷെ നമ്മളെ കടലിനെ അങ്ങനെ ആക്കി മാറ്റിയെടുക്കുകയല്ലേ, അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ഈ പറയുന്ന പോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പിടിക്കുന്ന പോലെ നമ്മളെ നാട്ടിൽ മീൻ പിടിക്കാൻ പറ്റും? നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന പല മീനുകളും ഇന്ന് കിട്ടാനില്ല. അതിന് കാരണം എന്താണ്? അതൊക്കെ ആദ്യം ചിന്തിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം നല്ലത് നടക്കണം. പക്ഷെ എന്നിരുന്നാൽ നല്ലത് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടാണ്. എല്ലാവർക്കും ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. പിന്നെ കാലം എല്ലാത്തിനും മറുപടി പറയും. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് നടക്കും. ഒരു 100% ഞാൻ ഉറപ്പ് പറയുന്നു, നടക്കും. ഇപ്പോഴും അതിൻ്റെ ഫലമായിട്ടാണ് കടലിൽ നല്ലപോലെ പണി അറിയാന്നുള്ള എത്രയോ മത്സ്യത്തൊഴിലാളികൾ, ഇവിടെ നിന്ന് പണി അറിയാന്നുള്ള എത്രയോ എന്നെക്കാൾ വലിയ പണിക്കാർ. ഞാനൊന്നുമല്ല, ഞാൻ കടലിലായിട്ട് വലിയൊരു പണിക്കാരനെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് അറിയാവുന്നിടത്തോളം കാലം എനിക്ക് അറിയാം.
എന്താണെന്നുള്ളത് എനിക്കറിയാം. ഒരിക്കൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഏതൊരു പണിയും ഞാൻ അന്തസ്സായിട്ട് ചെയ്യും. അത് ആ ഒരു ഐഡിയ എൻ്റെ കടലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ ഇത്രയും അധികം ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നാൽ നമ്മൾ കടലിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു വില കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഒന്നും കിട്ടത്തില്ല, ഒന്നും ആവാൻ പറ്റത്തില്ല എന്നുള്ള ബോധം അവർക്ക് വന്നതുകൊണ്ടാണ്. ആ ബോധം മാറ്റണം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തത്. പക്ഷെ അതെനിക്ക് തന്നെ വിനയായി, ഹാപ്പിയായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ പറഞ്ഞ കണക്കിന് എല്ലാവരെയും പോലെ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനും യൂട്യൂബിൽ നിന്ന് ജീവിക്കാനും ഒക്കെ ഞാനും തുടങ്ങിയാണ്. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, എതിർക്കുന്നവർക്ക് എതിർക്കാം, കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം. ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും ഞാൻ എന്നെ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരത്തില്ല. ഞാൻ എന്നെ ന്യായീകരിക്കുന്നതൊക്കെ നിർത്തി ഇനി ഒരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കത്തില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, അതിലൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ ബാക്കിയുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്തിൽ വൻ തോൽവിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗതികേട് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയിലെടുത്ത് അങ്ങനെ ആയിരുന്നു. അത് എനിക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇനിയും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ യൂട്യൂബിൽ നിന്ന് ഒരുപാട് ബന്ധങ്ങളെ, എന്താ പറയണേ, ഒരുപാട് കുടുംബങ്ങളെ ഞാൻ സമ്പാദിച്ചു. ആ കുടുംബങ്ങളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരോടും മിണ്ടാൻ, ഫേസ് ചെയ്യാനും മടിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞിരുന്നത്. കാരണം ഇവ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവൻ രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ തോൽവിയെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥ. ആ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൂരത. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിന് ജനിച്ചെന്ന് പോലും എനിക്ക് പിടിയില്ലാത്ത അവസ്ഥയൊക്കെയായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ അത്രമാത്രം അനുഭവിച്ചു. ഈ സൂസൈഡ് എന്ന് പറയുന്ന സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ എന്തിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോൽവിയാണ്. എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നതിനേക്കാളും ഇരട്ടി ദുഃഖിക്കേണ്ട അവസ്ഥകളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ആ ഒരു ദുഃഖം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൈൻഡ് തന്നെ ഞാൻ ഡൈവേർട്ട് ചെയ്യാതെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യും. ഒരിക്കലും അറിയത്തില്ല. ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും, ഞാൻ എൻ്റെ ആ തുടക്കകാലത്തൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് കാലത്തേക്ക് വീഡിയോസ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യും. അതൊന്ന് കിട്ടുന്ന ഒരു ഫീലും അതിന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും എനിക്ക് വേറെയാണ്. അത് എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഡൈവേർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ ആ ഒരു പ്രോബ്ലത്തെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡെസ്പായി പോകും. പെട്ടെന്ന് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പേഴ്സണാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ബാക്കിയുള്ളവർ മുന്നിൽ ധൈര്യത്തോടെ ഇങ്ങനെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരുന്ന തലമുറകൾക്ക് ഒരു പാഠം ആയിരിക്കണം എന്ന് വിചാരിച്ചെന്നല്ലാതെ അവർക്കൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചാനലിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത് അല്ലെങ്കിൽ ബാക്കി എന്നെ കാണുന്ന കുട്ടികൾ വരെ എന്നെ ഇൻസ്പിറേഷനായിട്ട് കാണണം എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ആരും ചിന്തിക്കല്ലേ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഞാൻ മാത്രമായിരിക്കണം അവസാനത്തെ തോൽവി. വേറെ ആരും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ ആർക്കും ഇനി ഉണ്ടാവാൻ വരരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും കാണുന്നത് പോലെ പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക. ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ വന്നാലും ശരി, ഇനി ഒരു 10 തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു 100 തെറ്റ് ചെയ്താലും ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ലവരായിട്ട് കാണും. നീ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നീ എന്ത് തെമ്മാടിത്തരവും നീ കാണിച്ചോ, നിനക്ക് ഒരു നല്ലതെന്ന് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി പോലെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലവരായിട്ട് കാണും. നീ എത്ര തെറ്റ് അതിന് ഉദാഹരണമൊക്കെയാണ് ഈ കടൽ മച്ചാനും അതുപോലെ തന്നെ എന്താ പറയണേ ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ നീ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും നീ കാണിച്ചോ, കുഴപ്പമില്ല, അതൊക്കെ മറക്കും. ഒരു ഗിവ് അവേ അല്ലെങ്കിൽ ഒരു എന്താ പറയണ ഒരു പൈസ കൊടുക്കുന്ന ഒരു ചലഞ്ചൊക്കെ ചെയ്താൽ നിന്നെ കുറ്റം പറഞ്ഞ അതേ നാവുകൾ തന്നെ നിന്നെക്കുറിച്ച് പുകഴ്ത്തിപ്പാടും. അതേ സ്ഥിതിയിൽ നീ എത്ര നല്ലത് ചെയ്താലും നീ ഒരു തെറ്റ് ചെയ്താൽ
അത് നല്ലവരെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ നിന്നെ കുറ്റം പറയും. ഈ ഒരു പാഠം ആരും മറക്കരുത്. അതെൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഞാനത് മാറും. എനിക്ക് എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മൈൻഡ് ഹാപ്പിനെസ് ആയിട്ടാണ്. അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എല്ലാവർക്കും കൂടെ നിന്നതിന് നന്ദി.